എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം വൈറ്റ് ഗോൾഡിൻ്റെ ഡിസൈൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നീലം ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നൈറ്റി വിത്ത് ഷാൾ നമ്മൾ നീലം ബ്രാൻഡിൽ കൊണ്ടുവരുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കും, ഇത് നമുക്ക് 290 ഡിസൈൻസ് കിട്ടുമോ അല്ലെങ്കിൽ ചോദിക്കാമായിരുന്നു. അപ്പം നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം നീലം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് നമുക്ക് 290 ഡിസൈൻസ് അപ്ഡേറ്റ് ആവാറില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നല്ല അടിപൊളി ഡിസൈൻസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും മൊത്തമായിട്ട് കാണുക, ഡിസൈൻസൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുവാണ്. നമ്മുടെ സ്ഥലം വരുന്നത് മൂവാറ്റുപുഴയാണ്. നമ്മൾ മെയിൻലി ഹോൾസെയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല ഓൺലൈനായിട്ട് വേണ്ടവർ വാട്സാപ്പിൽ ഇതേക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ കാണിക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. ഹോൾസെയിലായിട്ട് എടുക്കേണ്ടത് മിനിമം 10 പീസ് എന്നുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന ഡിസൈൻസ് മാത്രമല്ല സ്റ്റോക്കിലുള്ളത്, വേറെ ഡിസൈൻസും സ്റ്റോക്കിലുണ്ട്. ആരും ഇത് മാത്രമാണെന്ന് ഓർക്കരുത്. ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ഐറ്റത്തിൻ്റെയും നമ്മുടെ സ്റ്റോക്കുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ഫോട്ടോസ് കിട്ടും. കാറ്റലോഗ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. അത് കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് അയച്ചിട്ട് തന്നെയാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിക്ക് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിസൈൻസിൽ നമുക്ക് ഡാർക്കർ ചാർട്ട് വേണ്ടവർക്ക് ഡാർക്കർ ചാർട്ടും ബ്രൈറ്റർ ചാർട്ട് വേണ്ടവർക്ക് ബ്രൈറ്റർ ചാർട്ടും എല്ലാ ഡിസൈൻസിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട. ചില സമയത്ത് ഡാർക്കർ ചാർട്ട് വരുമ്പോൾ എല്ലാവരും പറയും ബ്രൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് വേണമെന്ന് പറയും. അപ്പോൾ ബ്രൈറ്റർ വരുമ്പോൾ പറയും ഡാർക്കർ വേണമെന്ന് പറയും. ഇപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അതിനുള്ള നല്ല ഡിസൈൻസും എന്താ പറയുക, ഒരു അജ്രക്കിൻ്റെ ഡിസൈൻ ഫിലോസഫിയൊക്കെ അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. നൈറ്റ് വിത്ത് ഷാൾ വരുമ്പോൾ അതിനകത്ത് ചില കളേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മെറൂണിൻ്റെ ഒരു സെപ്പറേറ്റ് ഷെയ്ഡ്, പിന്നെ ഒരു പിസ്ത ഗ്രീൻ, പിന്നെ നമ്മുടെ ഒരു ലാവൻഡർ ഷെയ്ഡ്. അതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കളേഴ്സാണ്, അതെന്ന് ഷെയ്ഡ്സാണ് അതൊക്കെ. അപ്പോൾ ആ ഷെയ്ഡിൽ മിക്ക ഷെയ്ഡും ഇന്നത്തിനകത്ത് കയറി വന്നിട്ടുണ്ട്. പിന്നെ ടോപ്പ് അല്ലെങ്കിൽ നൈറ്റൊക്കെ ചെയ്യാനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഡിസൈൻസുമാണ്. അപ്പോൾ ഇതുപോലത്തെ ഡിസൈൻസൊക്കെ ഇനി കൂടുതൽ നമ്മൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ അജ്രക്ക് ചോദിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളിലാണ്. വേറെ പ്രശ്നമൊന്നുമല്ല, നമ്മുടെ ട്രാൻസ്പോർട്ടറിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഡിലേ വന്നു. അവർക്ക് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി. അത് കാരണം നമുക്ക് ഐറ്റം കിട്ടാനും ഡിലേ ആയിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് അജ്രക്ക് വരാത്തത്. ഭയങ്കര വെറൈറ്റി ഡിസൈൻസ് നമുക്ക് വരാനുണ്ട്. ഞങ്ങൾ ഡിസൈൻസ് ഓൾറെഡി കണ്ടതാണ്. നമുക്ക് ഐറ്റം വന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ അത് അങ്ങനെ ഒരു ഡിലേ വന്ന കാരണം മാത്രമാണ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അജ്രക്കൊക്കെ വേറെ എവിടെയും കാണാത്ത രീതിക്കുള്ള അജ്രക്ക് അതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ആവാനുണ്ട് കേട്ടോ. ഇന്ത്യയിൽ എവിടെയും ഷിപ്പിംഗ് പോസിബിളാണ്. പിന്നെ ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് റേറ്റിൽ വ്യത്യാസമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചെറിയ ക്വാണ്ടിറ്റി അല്ലാട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൻ്റെ എഴുതിയേക്കണ ഹോൾസെയിൽ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, സംസാരിക്കുക. ബൾക്ക് ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയൊരു എണ്ണം അല്ല, അത് നമ്മൾ എടുത്ത് പറയുകയാണ്. ഈ ഐറ്റംസ് ഇല്ലാതെ തന്നെ നമുക്ക് വേറെയും ഡിസൈൻസ്, 3 ലെവലിൻ്റെ ഡിസൈൻസ്, പിന്നെ അണ്ടർ സ്കേർട്ട്, ഈ ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക, ഡീറ്റെയിൽസ് ചോദിക്കുക, ഫോട്ടോ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചോ, കാര്യങ്ങൾ ചോദിച്ചോ, നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയും കൂടുതൽ ഡിസൈൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.